ഇന്ന് നമുക്കൊരു അഷ്ടലക്ഷ്മി സ്തോത്രം പ്രാക്ടീസ് ചെയ്യാം. ഒരു ആദിലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അതിനകത്ത് അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. മീനിങ് ഭയങ്കര സിമ്പിളാണ്, 2-3 വരികളിലുള്ളൂ. അപ്പം അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ദേവീനെ കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല മനസ്സുള്ളവരാൽ വന്ദിക്കപ്പെടുന്നവളും സുന്ദരിയും, മാധവൻ എന്ന് പറയുമ്പോൾ ഇവിടെ മഹാവിഷ്ണുവിനെയാണ് പറയുന്നത്. അപ്പം മഹാവിഷ്ണുവിന്റെ പ്രിയതമയായ ആദിലക്ഷ്മി ദേവി എന്നാണ് ഫസ്റ്റത്തെ കുറച്ച് വരികളിൽ പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചന്ദ്രന്റെ സഹോദരി, സ്വർണം വർണ്ണമുള്ളവളും, മുനിഗണങ്ങളാൽ പൂജിക്കപ്പെടുന്നവളും, മോക്ഷം നൽകുന്നവളും, മധുരമായി സംസാരിക്കുന്നവളും, പിന്നെ വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവളുമായ ദേവി എന്നാണ് ദേവിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതെന്തൊക്കെയാ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. ഇതാണ് ബേസിക്കലി അതിന്റെ അർത്ഥം. അതിൻ്റെ ഒപ്പം തന്നെ താമരപ്പൂവിന്റെ ഉള്ളിൽ വസിക്കുന്ന ദേവി, പിന്നെ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും, സദ്ഗുണങ്ങൾ വർഷിക്കുന്നവളും, ശാന്തി നിറഞ്ഞവളുമായ ആദിലക്ഷ്മിന്റെ പോർഷനാണല്ലോ. അപ്പൊ ആദിലക്ഷ്മി എന്നാണ് ദേവിനെ അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ മധുസൂദനന്റെ, അതായത് മഹാവിഷ്ണുവിന്റെ കാമിനിയായ ദേവി, അതായത് ലവറായ ദേവി, എപ്പോഴും എന്നെ സംരക്ഷിക്കണമേ എന്നുള്ള പോർഷനാണ് അഷ്ടലക്ഷ്മി സ്തോത്രത്തിൽ നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ കൈ എടുക്കുമല്ലോ. അപ്പം ഓരോ ദേവീന്റെ ഓരോ പോസും ഓരോ വാക്കിനുള്ള അഭിസംബോധന എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നമ്മൾ അത് ഓരോ മുദ്രയിലൂടെ കൺവേ ചെയ്യുന്നത് ഞാൻ പ്രാക്ടീസ് സെഷനിൽ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്കൊരു 30 സെക്കൻഡ്സ് റീൽ എടുത്ത് നോക്കാം. ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ സെറ്റാവും. അപ്പം അതിന് മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ നല്ല മനസ്സുള്ളവർ വന്ദിക്കുന്നവളും, നല്ല സുന്ദരിയായവളും, മാധവന്റെ ഭാര്യയും, ചന്ദ്രന്റെ സഹോദരിയായവളും, സ്വർണങ്ങളാൽ മൂടപ്പെട്ടവളും. അതാണ് ആദ്യം പറയുന്നത്. പിന്നെ മുനിഗണ വന്ദിത എന്ന് പറഞ്ഞ ലൈൻ തുടങ്ങും. അപ്പൊ അവിടെ മുനിമാർ വന്ദിക്കുന്നവളും, മോക്ഷം നൽകുന്നവളുമായവൾ, പിന്നെന്താ, മധുരമായി സംസാരിക്കുന്നവളും, വേദങ്ങളിൽ എല്ലാരും പറയുന്ന ഒരു ദേവിയായി ഇവിടെ സങ്കല്പിക്കുന്നു. പിന്നെന്താ പറയണേ, പിന്നെ പറയുന്നത് എന്താണ്, താമരയിൽ വസിക്കുന്നവളാണ്, ദേവന്മാര് എപ്പോഴും ഉച്ചരിക്കുന്ന ഒരു ദേവിയാണ്, അല്ലെങ്കിൽ എന്താണ്, നമിക്കപ്പെടുന്ന ഒരു ദേവിയാണ്. ഈ ദേവീന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും, അനുഗ്രഹം എന്നും ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഒരു ദേവി എന്നും നമുക്ക് ശാന്തി നിറഞ്ഞവളുമായിട്ടുള്ള ഒരു ആദിലക്ഷ്മിയാണ്. ഈ ആദിലക്ഷ്മി നമ്മളെ കാത്തുകൊള്ളുകണേ എന്നാണ് പറയുന്നത്. മീനിങ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. മീനിങ് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുദ്രകൾ കയ്യിൽ വരും. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കൊരു കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാം. സുമനസവന്ദിത സുന്ദരി മാധവി ചന്ദ്ര സഹോ